ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മളൊരു ഇഫ്താർ വിരുന്ന് പോയല്ലോ. വേറെ എവിടെയല്ല, നമ്മുടെ കോഴിക്കോടുള്ള സീഷ്യൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. അവിടെ ഇഫ്താറിൻ്റെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് പോയതല്ല, വേറൊരു ആവശ്യത്തിന് ടൗണിൽ പോയപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായി. നമുക്ക് വീട്ടിലെത്തി ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു ടൈമുമില്ല. അപ്പം നേരെ എവിടെ ഉണ്ടാവും എന്നുള്ളത് തിരഞ്ഞ്. സീഷൽ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. നല്ല കടികളൊക്കെ ഉണ്ടാവും. വൈകുന്നേരത്തെ ചായക്കടികളൊക്കെ അത്യാവശ്യം രാവിലെയും വൈകിട്ട് നമ്മളെ ബാങ്കേഴ്സ് ടീമിനൊക്കെ സ്ഥിരം ചായ കുടിക്കാൻ പോകുന്നൊരു സ്പോട്ടാണത്. നമുക്ക് പുറത്ത് തന്നെ ഇരുന്ന് കഴിക്കാം, അകത്ത് റെസ്റ്റോറൻറ്റ് കയറി ഇരുന്ന് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇന്നെന്തായാലും അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് പോയി. അപ്പം നല്ല അടിപൊളിയായിട്ട് അവരവിടെ ലൈറ്റ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ LED ലൈറ്റ്സൊക്കെ കുറേ തിളങ്ങി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ കാണാൻ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടം അങ്ങനെ കുറേ ലൈറ്റ്സ് കാണാൻ. കുറേ ബൾബൊക്കെ ഇട്ടിട്ട് രാത്രിയിൽ നല്ല ഭംഗിയല്ലേ കാണാൻ? ചെന്നപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ കയറിയപ്പോൾ ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ നോമ്പ് തുറയ്ക്ക് ആവശ്യമുള്ള പലഹാരങ്ങളും അതല്ലാതെ പത്തിരി, അതിൻ്റെ കൂടെ കഴിക്കാനുള്ള മട്ടൻ കറിയും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബുഫേ പോലെയുള്ള ഒരു സെറ്റപ്പ് അല്ല. നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ബില്ലടച്ച് നമുക്ക് സൗകര്യമുള്ള എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാം. അവിടെ പുറത്തിരുന്ന് വേണമെങ്കിൽ കഴിക്കാം, അകത്ത് റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിക്കാം. അപ്പം ഞങ്ങൾ ചെന്നതെന്തായാലും നല്ലൊരു സജഷനാണ് എന്നുള്ളൊരു സമാധാനത്തിൽ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫേമസ് യൂട്യൂബേഴ്സൊക്കെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി അവർ തന്നെ വിളിച്ചാണെന്ന് തോന്നുന്നു. സീഷ്യലുകാർ തന്നെ വിളിച്ചാണെന്ന് തോന്നുന്നു. പ്രമോഷൻ്റെ ഭാഗമായിട്ട് വിളിച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ബഹളമയമാണ് അതിനകത്ത്. ഞങ്ങൾ പോയി ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് സെലക്ട് ചെയ്തു. എല്ലാം എടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആവേശത്തിന് എടുക്കുന്നുള്ളൂ. ഈ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തിന്നാനൊന്നും കഴിയില്ല. ചെറുതായിട്ട് പത്തിരിയും കറിയൊക്കെ കഴിക്കാനല്ലാതെ പിന്നെ വയറ് ഫുള്ളാവും, പിന്നെ അനങ്ങാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എന്നാലും ആക്രാന്തം കൂട്ടി എന്തൊക്കെയോ കുറച്ച് എടുത്തു, പോയിരുന്ന് കഴിച്ചു. കുഞ്ഞുവിനും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവന് അത്യാവശ്യം ഫുഡും കാര്യങ്ങളും പുതിയതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ ഒരുപാടൊന്നും കഴിക്കില്ല, എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കും. നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനവും അവന് ടേസ്റ്റ് നോക്കണം, എല്ലാം അവന് കൊടുക്കണം. എരിവൊക്കെ അത്യാവശ്യം ആശാനിപ്പം വായിൽ വെച്ച് നോക്കുന്നുണ്ട്. എരിവുള്ള സാധനമൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്, എന്നാലും അമ്മ വാങ്ങിച്ച് കഴിക്കും. എനിക്ക് നോമ്പ് തുറന്നൊക്കെ പറയുമ്പോൾ പണ്ട് നമ്മൾ കുറച്ച് കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ഫാമിലീസിൻ്റെ ഒക്കെ വീട്ടിൽ നമ്മളുണ്ടാവുമല്ലോ നോമ്പ് തുറക്കുക. അന്ന് മസ്റ്റാണല്ലോ, എല്ലാവരും അങ്ങോട്ട് വിളിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കും. ഇപ്പോൾ അങ്ങനെ വലിയ നോമ്പ് തുറകളൊന്നും ആർക്കും സമയവും ഇല്ല, അങ്ങനെ ഉണ്ടാവാറുമില്ല. അന്ന് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാകും, ഒരുപാട് പേര് ചേർന്നിട്ട് എല്ലാവരും കൂടെ വരുന്നവരും എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരങ്ങൾ കൊണ്ടുവരും. നമ്മൾ പോകുന്ന വീട്ടിലും ഉണ്ടാവും. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും, അവരും വരുമ്പോൾ എന്തെങ്കിലും ഒത്തിരി പലഹാരങ്ങളുണ്ടാവും, കുറേ സാധനങ്ങളായിട്ട്. നമുക്കാണെങ്കിൽ അന്ന് എല്ലാ ദിവസവും നോമ്പുണ്ടായിക്കൊള്ളുന്നില്ല, പിള്ളേരങ്ങനെ നോമ്പൊന്നുമില്ല. അപ്പം നമുക്ക് കഴിക്കുന്നതിന് പ്രശ്നമില്ല, നമുക്കത്ര ക്ഷീണമൊന്നും ഉണ്ടാവില്ല. എന്നാലും നോമ്പ് തുറ ഉണ്ടെന്ന് പറയുമ്പോൾ നോമ്പ് എടുക്കാനൊരു ഇൻട്രസ്റ്റും ഉണ്ടാവും. ചിലപ്പോൾ പകുതി ആകുമ്പോഴത്തേക്കും നോമ്പ് മുറിച്ചിട്ടും ഉണ്ടാവും. അത്ര വലിയ സഹനശക്തിയൊന്നും ഇത്രയും പലഹാരങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. നല്ല രസമായിരുന്നു അതൊക്കെ, കുറേ പേര് ചേർന്ന് കളിയും ബഹളവും നോമ്പ് തുറയും നല്ല ആഘോഷങ്ങൾ. ഇന്നിപ്പോൾ അത്രത്തോളം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ അധികം നോമ്പ് തുറകളൊക്കെ ഇതുപോലെയുള്ള ഓരോ ഇഫ്താർ ടീമിനെ ഏൽപ്പിക്കുന്നു. ഇതുപോലെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും നമ്മളാണെങ്കിലും ഉണ്ടാക്കാനും ഒരുപാട് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനും അത് സെർവ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഏറ്റവും പണിയായിട്ടുള്ള പാത്രം കഴുകലും വൃത്തിയാക്കൽ, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയിരിക്കുക. ആർക്കും അതിന് വയ്യ, ആരോഗ്യമില്ല, സമയമില്ല, ഒന്നുമില്ല. അപ്പം ഏറ്റവും നല്ല ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ്. ഇവർ നല്ല വൃത്തിയായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അതിരുന്ന് കഴിക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഷേക്കാൻ്റെ കൊടുത്ത് സന്തോഷത്തോടു കൂടി പിരിയുക. അങ്ങനെ ആയി മാറി. അപ്പം ഞങ്ങളും അതിൻ്റെ ഒരു ചെറിയ ഭാഗമായി വരുന്നു. ഞങ്ങളെന്നല്ല, നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമായി വരുന്നു. ഞങ്ങളിങ്ങനെ ഇതുപോലെ നല്ല ഫുഡ് സ്പോട്ട്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ തപ്പിത്തെരഞ്ഞ് കഴിക്കും കേട്ടോ. ഞങ്ങൾക്കിഷ്ടമാണ്. ഞങ്ങളിങ്ങനെ തിരഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ കണ്ടാൽ ഓക്കെ കൊള്ളാം. ഒരുപാട് പരീക്ഷണങ്ങൾക്കൊന്നും പൊതുവേ ഞങ്ങൾ നിൽക്കാറില്ല. അപ്പോൾ നമ്മൾ ഓക്കെ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ടൈം അവിടെയാണ്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ സ്ഥലം തന്നെ ആയിരിക്കും മിക്കപ്പോഴും ഞങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ ചാച്ചനൊരു പരിപാടിൻ്റെ പുതിയ സ്ഥലം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ തപ്പി റിവ്യൂസൊക്കെ നോക്കും, കൊള്ളാവുന്നതാണോ എങ്ങനെയാണ്. പിന്നെ ഒരുപാട് ഹെവി ബഡ്ജറ്റായിട്ടുള്ള ഒരുപാട് ആ ഒരു സെറ്റപ്പിലോട്ട് ഞങ്ങൾ പോകാറില്ല. നമുക്ക് പറ്റുന്നൊരു മീഡിയം ലെവലിൽ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സ്ഥലങ്ങളൊക്കെ തപ്പിയെടുക്കാറുള്ളൂ. അങ്ങനെയുള്ളതൊക്കെ പോയി എടുക്കാറ്.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാനും സ്ഥലമില്ലാത്തതുകൊണ്ട് അവരത് അപ്പുറം കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുക ചെയ്തത്. എന്നിട്ട് നമുക്കത് നമ്മൾ റിട്ടേൺ ആകുമ്പം ആ ടോക്കൺ കൊടുത്ത് അവർ വണ്ടി എടുത്തുകൊണ്ട് വരും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് കുഞ്ഞൂസിൻ്റെ വകയുള്ള സ്നേഹപ്രകടനം. അവന് നല്ല ടേസ്റ്റി ഫുഡൊക്കെ കിട്ടിയല്ലോ, അപ്പോൾ അവൻ്റെ സന്തോഷം, അവനും ഹാപ്പി ആയിരുന്നു. ആ ലൈറ്റ്സും ആ ആംബിയൻസും ഒക്കെ അവനങ്ങ് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു സന്തോഷ പ്രകടനമായിരുന്നു അവൻ്റെ വക കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എപ്പോഴും ഞങ്ങളെപ്പോലെ തന്നെ അവനും എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എന്താണെങ്കിലും, അത് ഫുഡാണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും എല്ലാം അവനും എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതേ വൈബിനനുസരിച്ചുള്ള ഒരു കൊച്ചു തന്നെയാണ് ഞങ്ങളതെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ എന്നും ആവട്ടെ. എനിവേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ